ആധുനിക യുഗത്തിൽ ടെക്നോളജിയുടെ ഉപയോഗം വളരെയധികം വ്യാപകമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ചെന്നാൽ പോലും ഇന്ന് പല സർവീസുകൾ ലഭിക്കുന്നതിന് സർട്ടിഫിക്കറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് നികുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഒരുപാട് സംഗതികൾ ടെക്നോളജി വൽക്കരിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അപേക്ഷിക്കാനും മറ്റും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ലേക്ക് മാറിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഇതൊരു പരിധിവരെ അഴിമതിയെ തടയുന്നതിനും കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതിനും ഒരു പരിധിവരെ ഉപകരിച്ചിട്ടുണ്ടാകും എന്നുള്ളത്. പക്ഷേ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ടെക്നോളജിയുടെ ഉപയോഗമൊക്കെ ഇത്രയും വ്യാപകമായിട്ടുണ്ടെങ്കിലും അഴിമതി തടയുന്നതിന് അത് എത്രത്തോളം കാര്യമായിട്ടൊരു ഘടകമായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ 180 രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പഠനത്തിൽ ലോകത്ത് 680 കോടി ജനങ്ങളുണ്ട്. അതിൽ 85% ആളുകളും ഇപ്പോഴും അഴിമതിയുടെ കരാളഹസ്തങ്ങൾക്കുള്ളിലാണ് എന്നുള്ളതാണ്. ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ 180 രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പഠനം നടത്തിയിട്ടുള്ളത്. അത് 0 മുതൽ 100 വരെയാണ് സ്കോർ. ഏറ്റവും താഴെ സ്കോർ, അതായത് ഏറ്റവും ലോ സ്കോർ സൂചിപ്പിക്കുന്നത് ആഴമേറിയ അഴിമതിയെയാണ്. ഏറ്റവും ഉയർന്ന സ്കോർ സൂചിപ്പിക്കുന്നത് വളരെ സംശുദ്ധമായിട്ടുള്ള പൊതുമേഖല സംവിധാനത്തെയാണ്. അതായത് ഈ പഠനത്തിൽ പൊതുമേഖല സ്ഥാപനങ്ങളെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. പ്രൈവറ്റ് മേഖലകളെ, ആ മേഖലകളിൽ നടക്കുന്ന അഴിമതിയെയും കെടുകാര്യസ്ഥതയെയും ഇത് പരിഗണിച്ചിട്ടില്ല. ഇത്തരത്തിൽ രാജ്യങ്ങളുടെ കാറ്റഗറൈസേഷനിൽ ഇന്ത്യയുടെ സ്ഥാനം 95ആണ്. 180 രാജ്യങ്ങളിൽ 95ആണ് ഇന്ത്യയുടെ സ്ഥാനം. നമ്മുടെ സ്കോർ 38ആണ്. ചൈന 42ആണ് സ്കോർ, അവരുടെ സ്ഥാനം 76ആണ്. നമ്മുടെ മറ്റൊരു അയൽ രാജ്യമായ പാകിസ്ഥാന് സ്കോർ 27ആണ്, അവരുടെ സ്ഥാനം 135ആണ്. ഈ ലിസ്റ്റിൽ ഏറ്റവും താഴെ കിടക്കുന്നത്, അതായത് ഏറ്റവും ആഴമേറിയ അഴിമതി സൗത്ത് സുഡാനിലാണ്. അതിന് തൊട്ട് മുകളിലായിട്ട് സാംബിയ ഉണ്ട്, വെനിസ്വേല ഉണ്ട്, സിറിയ ഉണ്ട്, യമൻ ഉണ്ട്, ലിബിയ ഉണ്ട്. ഈ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അഴിമതി. ഏറ്റവും ഹൈ സ്കോർ ഡെൻമാർക്കിൻ്റെതാണ്, 90. അതായത് ഏറ്റവും സംശുദ്ധമായിട്ടുള്ള പൊതുമേഖലാ സംവിധാനം നിലനിൽക്കുന്നത് ഡെൻമാർക്കിലാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഫിൻലാൻഡ് ഉണ്ട്, 88ആണ് അവരുടെ സ്കോർ. അതിന് താഴെയായിട്ട് സിംഗപ്പൂർ ഉണ്ട്, 84ആണ് അവരുടെ സ്കോർ. അതിന് താഴെ ന്യൂസിലാൻഡ് 83 അവരുടെ സ്കോർ. അതിന് താഴെയായിട്ട് നോർവേ, സ്വിറ്റ്സർലൻഡ്, അവരുടെ സ്കോർ 80. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെയാണ് ഏറ്റവും കാര്യക്ഷമമായ പൊതുമേഖലാ സംവിധാനം, കറപ്റ്റ് ഫ്രീ ആയിട്ടുള്ള പൊതുമേഖലാ സംവിധാനം നിലനിൽക്കുന്നത്. ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ അഴിമതി നിലനിൽക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കൂടുതൽ ഋണാത്മകമായി ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ആ രാജ്യത്തെ താഴെക്കിടയിലുള്ള ആളുകളെയും മധ്യവർഗത്തെയും ഒക്കെയാണ്. ഉയർന്ന പൊസിഷനിലും അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പണം ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു നെക്സസ് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം തന്നെ ഉണ്ടാവും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനകത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് അവർക്ക് കാര്യമായിട്ട് അവരെ ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷേ ആ രാജ്യത്തെ താഴെക്കിടയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കാര്യങ്ങൾ. അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കറപ്റ്റ് ഫ്രീ ആയിട്ടുള്ള, അഴിമതി ഒട്ടുമില്ലാത്ത ഒരു സംവിധാനം നിലനിൽക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് പ്രതിശീർഷ GDPയെ വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സംവിധാനം എന്ന് പറയുന്ന ആ രാജ്യത്തെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന, അഴിമതി മുക്തമായിട്ടുള്ള ഒരു സംവിധാനം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്ഷേപകരെല്ലാം ആ ഭാഗത്തേക്ക് വരും, ആ രാജ്യത്തേക്ക് വരും. അതിലൊന്നും യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സംവിധാനം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, അഴിമതി വിരുദ്ധ സ്ക്വാഡ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ട്രിബ്യൂണൽ ഉണ്ടായിരിക്കുക. അതിന് വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകുക, അതിനെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുതാര്യമാക്കുക എന്നുള്ളതാണ്. മൂന്നാമത് ചെയ്യാനുള്ളത് പൊതുജനങ്ങളെ കൃത്യമായ രീതിയിൽ ബോധവൽക്കരിക്കുക. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തെ അഴിമതി ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ രാജ്യം അഴിമതി മുക്തമാകേണ്ടത് പൗരന്മാർക്ക് മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്നെ വികസനത്തിന് ഏറ്റവും മർമ്മപ്രധാനമായ സംഗതിയാണ്. മറിച്ച് ടെക്നോളജിയുടെ ഉപയോഗവും അതിൻ്റെ വ്യാപനവും എല്ലാം ഒരു പരിധിവരെ ഇതിനെ സഹായിക്കുമെങ്കിലും സിവിക് സെൻസും ഇത്തരത്തിലുള്ള ഒരു നല്ല സംവിധാനവും നിലനിൽക്കേണ്ടത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ആ രീതിയിലേക്ക് ഓരോ പൗരന്മാർക്കും മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.